അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ശർക്കര മൈലാഞ്ചി അടക്കമുള്ള മൈലാഞ്ചികൾ ഉപയോഗിച്ചാൽ വുളു ശരിയാകുമോ? പെയിന്റ്, ഉജാല, വോട്ടിംഗ് മഷി തുടങ്ങിയുള്ള വസ്തുക്കൾ വുളുവിന്റെ അവയവത്തിലുണ്ടായാൽ വുളു സാധുവാകുമോ? ഇത്തരം കാര്യങ്ങളാണ് പ്രധാനമായും ഇന്ന് നാം സംസാരിക്കുന്നത്. ഇമാമിയങ്ങൾ വിശദീകരിച്ചു, വുളുവിന്റെ അവയവത്തിൽ വെള്ളത്തിന്റെ സ്വഭാവ വ്യത്യാസം വരുത്തുന്ന ഒന്നും ഉണ്ടാവാൻ പാടില്ല. വുളുവിന്റെ അവയവത്തിൽ വെള്ളത്തിന്റെ മാറ്റം, വെള്ളത്തിന്റെ നിറത്തിലോ വാസനയിലോ രുചിയിലോ മാറ്റം വരുത്തുന്ന ഒന്നും വുളുവിന്റെ അവയവത്തിൽ ഉണ്ടാവാൻ പാടില്ല. ഉദാഹരണത്തിന്, ഒരാള് അത്തർ പൂശി ഉടനെ വുളു കൊടുത്തു, എന്നാൽ ആ വുളു ശരിയാവില്ല. കാരണം അയാൾ അത്തർ പൂശിയ അവയവത്തിലേക്ക് വെള്ളം ഒഴിക്കലോടുകൂടെ ആ വെള്ളത്തിന്റെ വാസനയിലും രുചിയിലുമൊക്കെ സ്വഭാവ വ്യത്യാസം വരും, മാറ്റം വരും. അത് ശരിയാവില്ല. നമുക്കെല്ലാവർക്കും അറിയാം, ശുദ്ധീകരണത്തിന് മാവ് മുത്തലക്കാണ് വേണ്ടത്. നിരുപാധിക വെള്ളം, കഞ്ഞിവെള്ളം കൊണ്ടോ തേങ്ങാ വെള്ളം കൊണ്ടോ വുളു എടുത്താൽ വുളു ശരിയാവില്ല. നിരുപാധിക വെള്ളമാവണം. ഈ നിരുപാധിക വെള്ളം അത്തർ പൂശിയ വുളുവിന്റെ അവയവത്തിലേക്ക് ഒഴിക്കലോടുകൂടെ വെള്ളത്തിന്റെ സ്വഭാവ വ്യത്യാസം മാറി, പിന്നെ അത് സ്വാഭാവിക വെള്ളമായി മാറിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് വേണമെങ്കിൽ അത്തർ വെള്ളം എന്ന് വിളിക്കാം, സാധാരണ വെള്ളമല്ല. ഒരു ഗ്ലാസ് വെള്ളം തരൂ എന്ന് പറയുമ്പോൾ തരുന്ന വെള്ളത്തിനാണ് നിരുപാധിക വെള്ളം എന്ന് പറയുക. ആ വെള്ളം കൊണ്ടാണ് നാം വുളു എടുക്കേണ്ടത്. അപ്പൊ വുളുവിന്റെ അവയവത്തിൽ വെള്ളത്തിന്റെ സ്വഭാവ വ്യത്യാസം വരുത്തുന്ന ഒന്നും ഉണ്ടാവാൻ പാടില്ല. അതുപോലെ വുളുവിന്റെ അവയവത്തിൽ വെള്ളത്തെ തടുക്കുന്ന ഒരു തടിയുള്ള വസ്തു ഉണ്ടാവരുത്. തൊലിയിലേക്ക് വെള്ളം ചേരുന്നതിനെ തടുക്കുന്ന തടിയുള്ള ഒരു വസ്തു ഉണ്ടാവരുത് എന്ന് ഇമാമികൾ വിശദീകരിക്കുന്നു. പെയിന്റ്, ഉദാഹരണത്തിന് പെയിന്റ് വുളുവിന്റെ അവയവത്തിലുണ്ടെങ്കിൽ അത് വെള്ളത്തെ തടുക്കും. വെള്ളം തൊലിയിലേക്ക് ചേരില്ല, അതുകൊണ്ട് തന്നെ ആ വുളു ശരിയല്ല. ഇങ്ങനെ തടിയുള്ള വസ്തു വുളുവിന്റെ അവയവത്തിലുണ്ടോ, വുളു ശരിയാവില്ല. എന്നാൽ മൈലാഞ്ചിയോ? തുടർന്ന് പറയുന്നു, ലാ നഹു ഖിദാബിൻ, മൈലാഞ്ചി പോലെ അത് കുഴപ്പമില്ല. കാരണം മൈലാഞ്ചിക്ക് കേവലം ഒരു നിറം മാത്രമേ ഉള്ളൂ, ഒരു തടിയില്ല എന്ന് ഇമാമിങ്ങൾ വിശദീകരിക്കുന്നു. മൈലാഞ്ചി ഇട്ടാൽ കേവലം ഒരു കളറ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ, അതിന് പ്രത്യേകിച്ച് തടി ഇല്ല. വുളുവിന്റെ വെള്ളം തൊലിയിലേക്ക് ചേരുന്നതിന് തടയില്ല. അതുകൊണ്ട് തന്നെ മൈലാഞ്ചി ഇട്ടാൽ വുളു എടുക്കാം എന്ന് വളരെ വ്യക്തമായി തന്നെ തുഹ്ഫത്തുൽ മുഹ്താജിൽ വിശദീകരിക്കുന്നു. അപ്പോൾ ഇവിടുത്തെ മാനദണ്ഡം, വുളുവിന്റെ വെള്ളത്തെ തടയുന്ന തടിയുള്ളതുണ്ടോ, വുളു ശരിയാവില്ല. തടിയില്ല, കേവലം ഒരു അദർ, ഒരു അടയാളം മാത്രമാണോ, എന്നാൽ കുഴപ്പമില്ല. ഇതാണ് വുളു ശരിയാണോ അല്ലേ എന്നതിന്റെ മാനദണ്ഡം. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെയാണ് ഒരു സാധനം തടിയുള്ളതാണ് അല്ല എന്ന് തീരുമാനിക്കുക? ബഹുമാനപ്പെട്ട സയ്യിദുൽ ബക്കരി റഹിമഹുല്ല അവിടുത്തെ ഇയാനത്ത് ത്വാലിബീനിൽ വിശദീകരിച്ചു, ഒരു സാധനം തടിയുള്ളതാണോ അല്ലേ എന്നതിനുള്ള മാനദണ്ഡം, കൈകൊണ്ട് ഒന്ന് ഉരസിയാൽ അതിന്റെ അവശിഷ്ടങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ടോ, എന്നാൽ അത് തടിയുള്ളതാണ്. പുറത്തേക്ക് വരുന്നില്ലേ, തടിയില്ല. ഇതാണ് അതിന്റെ മാനദണ്ഡം. അതല്ലെങ്കിൽ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ അത് സ്വമേധയാ അതിന്റെ അവശിഷ്ടങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോരുന്നുണ്ട്, എന്നാൽ അത് തടിയുള്ളതാണ്. ഇല്ലെങ്കിൽ അതിന് തടിയില്ല. ഇപ്പൊ നമ്മൾ അരച്ചിടുന്ന മൈലാഞ്ചി, ആ മൈലാഞ്ചി കേവലം ഒരു കളർ മാത്രമേ ഉള്ളൂ, നമ്മൾ വരസിയാൽ ഒന്നും പുറത്തേക്ക് വരാറില്ല. അതുകൊണ്ട് അത് തടിയുള്ളതല്ല, വുളു ശരിയാകും. എന്നാൽ ഇന്ന് ലഭ്യമായ പുതിയ മൈലാഞ്ചികൾ, ഉദാഹരണത്തിന് ശർക്കര മൈലാഞ്ചി, അതൊക്കെ കയ്യിൽ ഇട്ടാൽ ഉരസിയാൽ അതിന്റെ അവശിഷ്ടങ്ങൾ പുറത്തേക്ക് വരും. അല്ലെങ്കിൽ 2-3 ദിവസം കഴിഞ്ഞാൽ സ്വമേധയാ അതിന്റെ അവശിഷ്ടങ്ങൾ ഇങ്ങനെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ അത് തടിയുള്ളതാണ്. ഒരു കോട്ടിങ് പോലെയാണ് വുളുവിന്റെ അവയവത്തിൽ അത് ഉള്ളത്. അതുകൊണ്ട് തന്നെ അത് വെള്ളത്തെ തടയും. വെള്ളം വുളുവിന്റെ അവയവത്തിലേക്ക്, തൊലിയിലേക്ക് ചേരലിനെ തടയും. അതുകൊണ്ട് വുളു ശരിയാവില്ല. അതുകൊണ്ട് അത്തരം മൈലാഞ്ചികൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ ഇവിടെ സ്വാഭാവികമായിട്ടൊരു സംശയം ഉണ്ടാകും, വോട്ടിംഗ് മഷി അത് ഉപയോഗിച്ചാലും 2-3 ദിവസം കഴിഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞു പോരുന്നതായി കാണാറുണ്ടല്ലോ. അപ്പോൾ അതിനും തടിയില്ലേ എന്നൊരു സംശയം ഉണ്ടാവും.
എന്നാൽ അതിനെക്കുറിച്ച് ഇമാമികൾ തന്നെ വിശദീകരിച്ചു. വലാ യദുറു ഫിൽ ഖിലാബി തൻഫിയതുഹു ലിൽ ജിൽദി വതർബിയതുഹു അൽ ഖിസ്റത അലൈഹി. ചില മൈലാഞ്ചികൾ ഉപയോഗിച്ചാൽ അതിന്റെ ചൂട് കാരണമായിട്ട് തൊലി ഉയർന്നു വരും, കയമ്പ് പോലെ ഉയർന്ന് പൊന്തി വരും. അങ്ങനെ അവിടെ ഒരു തൊലിയുടെ മറ്റൊരു ആവരണം അവിടെ ഉണ്ടാവും. അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ചില മൈലാഞ്ചികൾ നല്ല ശക്തമായ ചൂടുണ്ടായത് കൊണ്ട് തന്നെ അവിടെ കയമ്പ് പൊട്ടി തൊലി ഒന്ന് ഉയർന്നു വന്ന് അവിടെ മറ്റൊരു തൊലി ഉണ്ടാവും. അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ആ ഉയർന്നു വരുന്ന തൊലി അത് നമ്മുടെ തൊലി തന്നെയാണ്, അതല്ലാതെ അത് മൈലാഞ്ചിയുടെ തടിയല്ല. ലാമിൻ ജർമിൽ ഖിലാബി, അത് മൈലാഞ്ചിയുടെ തടിയല്ല. കമാഹു വാദിഹുൻ, അത് സുവ്യക്തമാണല്ലോ എന്ന് ബഹുമാനപ്പെട്ട ഹൈതമി തങ്ങൾ തുഹ്ഫത്തുൽ മുഹ്താജിന്റെ 1-ാം വാള്യം 224-ാമത്തെ പേജിൽ വിശദീകരിക്കുന്നു. അപ്പൊ വോട്ടിംഗ് മഷി അത് ആസിഡാണ്, നമുക്കറിയാം. ആസിഡിന്റെ അംശം അതിലുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഉപയോഗിക്കുമ്പോൾ അത് തൊലിയിലേക്ക് ആഴ്ന്നിറങ്ങും. അങ്ങനെ 2-3 ദിവസം കഴിഞ്ഞാൽ തൊലിയാണ് പറഞ്ഞു വരുന്നത്, അതല്ലാതെ വോട്ടിംഗ് മഷിയുടെ തടിയല്ല പുറത്തേക്ക് വരുന്നത്, തൊലിയാണ് ഉരിഞ്ഞു വരുന്നത്. അപ്പൊ തൊലി പുറത്തേക്ക് വന്നതുകൊണ്ട് കുഴപ്പമില്ല. മറിച്ച് തടി, ഈ വോട്ടിംഗ് മഷിയുടെ തടിയാണ് പുറത്തേക്ക് വരുന്നത് എങ്കിൽ അത് പ്രശ്നമാണ്. യഥാർത്ഥത്തിൽ ഇവിടെ വോട്ടിംഗ് മഷിക്ക് തടിയില്ല, കേവലം ഒരു കളർ മാത്രമേ ഉള്ളൂ. നമ്മുടെ തൊലിയാണ് പുറത്തേക്ക് വരുന്നത്, അതുകൊണ്ട് കുഴപ്പമില്ല. എന്നാൽ ശർക്കര മൈലാഞ്ചി പോലത്തെ സാധനങ്ങൾ അത് ഉപയോഗിച്ചാൽ നമ്മുടെ തൊലിയല്ല പുറത്തേക്ക് വരുന്നത്, മറിച്ച് മൈലാഞ്ചിയുടെ അവശിഷ്ടങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ശർക്കര മൈലാഞ്ചി പോലത്തെ മൈലാഞ്ചികൾക്ക് തടിയുണ്ട്. അതുകൊണ്ട് അത് വുദൂഇനെ തടയും. വുദൂഇന്റെ വെള്ളത്തെ അവയവത്തിലേക്ക് എത്തലിനെ അത് തടയും, ചേരലിനെ അത് തടയും. അതുകൊണ്ട് തന്നെ വുദു ശരിയാവില്ല എന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കാം. ഇനി ഉജാല നമുക്കറിയാം. ഉജാല ഉപയോഗിച്ചാൽ നമ്മുടെ കയ്യിലേക്ക് ഒരു കളർ മാത്രമേ ഉള്ളൂ. അത് മൈലാഞ്ചിയെ കുറിച്ച് പറഞ്ഞതുപോലെ കേവലം ഒരു കളർ മാത്രമേ ഉള്ളൂ, ചുരണ്ടിയാൽ ഒന്നും ലഭിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഒരാൾ ഉജാല ഉപയോഗിച്ചു, കൈ നീല കളറായാൽ അയാൾക്ക് വുദു എടുക്കാം. ആ നീല കളർ കളയേണ്ട ആവശ്യമില്ല, കാരണം കേവലം ഒരു അടയാളം മാത്രമേ ഉള്ളൂ. തടിയുള്ള വല്ലതും വേണം, അപ്പോഴേ വുദുവിനെ അത് ബാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. അല്ലാഹു തആല നല്ല കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കി നല്ല രൂപത്തിൽ ഇബാദത്തുകൾ ക്രമീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.